അതിനാൽ മുത്തൂറ്റ് ഫൈനാൻസ് കാലങ്ങളായി ഓരോ പുതിയ തുടക്കത്തിലും വിശ്വസ്ത പങ്കാളി. Match. Meet. Marry. Start your story on Infomarry.com. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ വിശ്വസ്ത പങ്കാളി. ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വീണ്ടും വാർത്തയിലേക്ക്. ചികിത്സാ പിഴവിനെ തുടർന്ന് വലത് കൈ മുറിച്ച് മാറ്റിയ 9-കാരി വിനോദിനിയുടെ ചികിത്സാ വിദ്യാഭ്യാസ ചെലവുകൾ സർക്കാർ വഹിക്കണമെന്ന് ഹൈക്കോടതി. വിനോദിനിക്ക് 21 വയസ്സാകുന്നതുവരെ ചെലവ് വഹിക്കണം എന്നാണ് ഉത്തരവ്. കൈ നഷ്ടപ്പെട്ടത് വിനോദിനിക്ക് ഭാവിയിൽ ജോലി കിട്ടുന്നതിന് തടസ്സമാകരുത്. ഇക്കാര്യം സർക്കാർ ഉറപ്പുവരുത്തണമെന്നും കോടതി ഉത്തരവായി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമാണ് 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റുന്ന സംഭവം, അതും ചികിത്സാ പിഴവ് മൂലം. ഇക്കാര്യത്തിൽ കോടതിയിൽ നിന്നും ഇപ്പോൾ നീതി ലഭിക്കുകയാണ്. 9-കാരി വിനോദിനിയുടെ ചികിത്സാ വിദ്യാഭ്യാസ ചെലവുകൾ സമ്പൂർണ്ണമായി സർക്കാർ വഹിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. അതായത് ആ കുട്ടിക്ക് 21 വയസ്സാകുന്നത് വരെ ഈ ചെലവ് സർക്കാർ വഹിക്കണമെന്നാണല്ലോ ഉത്തരവ്. കൂടുതൽ വിവരങ്ങൾ രേഷ്മ ബാബു. അതെ വിനോദ്, ചികിത്സാ പിഴവിനെ തുടർന്ന് വലതു കൈ നഷ്ടപ്പെട്ട വിനോദിനിക്ക് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അനുകൂലമായിട്ടുള്ള ഇടപെടലും ഉത്തരവും ഉണ്ടായിരിക്കുകയാണ്. വിനോദിനിയുടെ ചികിത്സാ ചെലവും വിദ്യാഭ്യാസ ചെലവും സർക്കാർ വഹിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നൽകിയിരിക്കുന്നത്. കുട്ടിക്ക് 21 വയസ്സാകും വരെ ഈ ചികിത്സാ ചെലവും വിദ്യാഭ്യാസ ചെലവും സർക്കാർ വഹിക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തൃശൂർ സ്വദേശി നൽകിയ ഒരു പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ കൈ നഷ്ടപ്പെട്ട കാരണത്താൽ പിന്നീട് അങ്ങോട്ട് ജോലി കിട്ടുന്നതിന്, ഈ കുട്ടിക്ക് ജോലി കിട്ടുന്നതിന് തടസ്സമാകരുത്, ഇക്കാര്യം സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് കൂടി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായ ഗുരുതര ചികിത്സാ പിഴവ്, അതിൻ്റെ ഇരയാണ് വിനോദിനി എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്തായാലും സർക്കാർ തന്നെ ഈ ചികിത്സാ ചെലവും വിദ്യാഭ്യാസ ചെലവും വഹിക്കണമെന്നുള്ള ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശം ഏറെ അനുകൂലകരമാണ്. കാരണം നേരത്തെ വലിയ രീതിയിൽ ആ സംഭവം സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒന്നാണ്. 2025 സെപ്റ്റംബർ 24-ാം തീയതിയാണ് ഈ ഒരു സംഭവത്തിന് ആധാരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതായത് ഈ കുട്ടി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ വീണ് പരിക്ക് പറ്റി. പിന്നീട് പാലക്കാട് സർക്കാർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ചികിത്സയെ തുടർന്ന് അണുബാധയുണ്ടായി. ഈ അണുബാധയാണ് ഈ കൈ നഷ്ടപ്പെടാനായിട്ടുള്ള, കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് ഈ അണുബാധ കാരണമാണ്. എന്തായാലും സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൻ്റെ ഇരയാണ് വിനോദിനി എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ചികിത്സാ ചെലവും വിദ്യാഭ്യാസ ചെലവും വഹിക്കണമെന്നുള്ള നിർദ്ദേശം സർക്കാരിന് നൽകിയിട്ടുള്ളത്. സർക്കാരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയത് ആദ്യഘട്ടത്തിൽ തന്നെ 2 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകി എന്നുള്ളതായിരുന്നു. പക്ഷേ അത് മാത്രം പോരാ, കൃത്യമായിട്ട് കുറ്റക്കാർക്കെതിരെ നിയമാനുസൃതമായിട്ടുള്ള എല്ലാവിധ നടപടികളും സർക്കാർ സ്വീകരിക്കണമെന്നുകൂടി ഹൈക്കോടതി ഉത്തരവിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിനോദ്, അതെ, ചികിത്സാ പിഴവിനെ തുടർന്ന് കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരി ബാലികയുടെ എല്ലാ ചികിത്സാ ചെലവും പഠന ചെലവും സർക്കാർ വഹിക്കണം. അത് 21 വയസ്സുവരെ ഈ ചെലവ് സർക്കാർ നേരിട്ട് തന്നെ വഹിക്കണം എന്നുള്ള ഉത്തരവാണ് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം കൈ നഷ്ടമായ വിനോദിനി 5 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം സ്കൂളിലെത്തി. പല്ലശ്ശേന ഒഴിവുപാറ LP സ്കൂളിലെത്തിയ വിനോദിനിയെ പൊന്നാട അണിയിച്ചും സമ്മാനങ്ങൾ നൽകിയുമാണ് അധ്യാപകരും സഹപാഠികളും സ്വീകരിച്ചത്. ചികിത്സാ പിഴവിന് കാരണക്കാരായ ഡോക്ടർക്കെതിരായ ശക്തമായ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാവണമെന്ന് വിനോദിനിയുടെ അമ്മ പ്രസീത ആവശ്യപ്പെട്ടു. 5 മാസം മുൻപ് സ്കൂൾ അവധിക്ക് ഏറെ സന്തോഷത്തോടെയാണ് വിനോദിനി പിതാവിൻ്റെ വീട്ടിലേക്ക് പോയത്.